അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ കളവ് പറയുന്നതിൻ്റെ വിധി എന്താണ്? നാം ഒക്കെ ചെറുപ്പത്തിലെ പഠിച്ചു വളർന്നതാണ്, തല പോവുകയാണെങ്കിൽ കൂടെ സത്യം പറയണം, കളവ് പറയൽ ഹറാമാണ്. എന്നാലും കളവ് പറയൽ അനുവദനീയമായ ചില സന്ദർഭങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കളവ് പറയാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. കളവ് പറയൽ നിർബന്ധമായ സമയവും അനുവദനീയമായ സമയങ്ങളും ഉണ്ട്. ആദ്യം നമുക്ക് കളവ് പറയൽ നിർബന്ധമായ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഒരു സാഹചര്യങ്ങളിൽ കളവ് പറഞ്ഞിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുക. അതിൽ ഒന്നാമത്തെ സാഹചര്യം, ഒരാൾ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അതന്വേഷിച്ചൊരു അക്രമി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ ഒന്നും ഇല്ല എന്ന് കളവ് പറയൽ നിർബന്ധമാണ്. രണ്ടാമത്തത്, കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരു അക്രമിയിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയൽ നിർബന്ധമാണ്. ഇനി കളവ് പറയൽ അനുവദനീയമായ സാഹചര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾക്കിടയിൽ പിണക്കം മാറ്റാൻ വേണ്ടി കളവ് പറയലല്ലാതെ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ കളവ് പറയാം. രണ്ടാമത്തത്, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയലല്ലാതെ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ കളവ് പറയാം. മൂന്നാമത്തത്, ചെറിയ കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി കളവ് പറയൽ അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലെങ്കിൽ കളവ് പറയാം. നാലാമത്തത്, നാം രഹസ്യമായി ചെയ്ത തെറ്റിനെക്കുറിച്ച് രാജാവ് ചോദിച്ചാൽ ചെയ്തിട്ടില്ലെന്ന് കളവ് പറയാം. അഞ്ചാമത്തത്, തൻ്റെ സഹോദരനിൽ താൻ അറിയുന്ന ഒരു രഹസ്യത്തെക്കുറിച്ച് രാജാവ് ചോദിച്ചാൽ അറിയില്ല എന്ന് കളവ് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ കളവ് പറയൽ അനുവദനീയമായ സാഹചര്യങ്ങളിൽ കളവ് പറയാതെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ശരിയാകുമെങ്കിൽ അവിടെയും കളവ് പറയൽ ഹറാമാണ്. ഇഹിയ ഉലൂമുദ്ദീൻ ഇയാനത്ത് 3/288 ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.